എവിടെ പോയതാണെന്ന് ചോദിക്കുന്ന നിരവധി ആളുകൾ കുറേ അധികം സ്നേഹ മെസ്സേജുകളൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടി. സുനിത ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോയിട്ടില്ല. അങ്ങനെ നിശബ്ദയായിരിക്കാനോ എവിടെയെങ്കിലും പോകാനൊന്നും പറ്റില്ലല്ലോ, പറയേണ്ടത് പറഞ്ഞു തന്നെ പോകണമല്ലോ. ആദ്യം ചില പേരുകൾ പറഞ്ഞു പോകാം. കാശ്മീരിലെ പഹൽഗാമിലെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഭീകരാക്രമണത്തിൽ ചുറ്റുമുള്ളവരൊക്കെ പേടിച്ച് വിറങ്ങലിച്ചു പോയപ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് നന്നായി അറിഞ്ഞിട്ടും ചാടിയിറങ്ങി ഭീകരന്റെ തോക്ക് തട്ടിമാറ്റിയ ആദിൽ ഹുസൈൻ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചുപോയി. പിന്നെ പഹൽഗാമിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് വീണ ഹിന്ദു സഹോദരന്മാരെ നെഞ്ചോട് അടുക്കി പിടിച്ച് ഓടി രക്ഷപ്പെടുത്തിയവർ, ആശുപത്രിയിൽ എത്തിച്ചവർ കാശ്മീരി മുസ്ലിമുകൾ തന്നെയായിരുന്നു. സമാധാനം പുലരണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണത്തിന് ശേഷം കാശ്മീരിലെ തെരുവുകളിലൂടെ പ്രകടനം നടത്തിയ കാശ്മീരി ജനതയുണ്ട്. ഇവിടെ ഹിന്ദു മുസ്ലിം വേർതിരിവില്ല, ഞങ്ങൾക്ക് ജീവിക്കണം ഈ നാട്ടിൽ, സമാധാനം പുലരണം എന്നാണ് തെരുവിലിറങ്ങിയ കാശ്മീർ ജനത ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് 1-ാം പേജ് കറുത്ത ദിനത്തിൽ അച്ചടിച്ചിറക്കിയ കാശ്മീരിലെ പത്രങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് വെറും 6-ാം നാൾ വിധവയായ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ ജഡത്തിനെതിരിൽ വിറങ്ങലിച്ച് ലോകത്തിന്റെ മുഴുവൻ ദുഃഖവും ആവാഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത്രയും പറഞ്ഞത് പഹൽഗാമിൽ ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു എന്ന് പറയാനാണ്. ജാതിയും മതവും നോക്കാതെ അവിടെ രക്ഷാപ്രവർത്തനം നടന്നു. ഇപ്പോൾ നാടിന്റെ വേദനയിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഒത്തൊരുമിച്ച് ഇന്ത്യക്കാരായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്നാലും ഇതിനിടയിൽ ചില ചെന്നായ്ക്കൾ മരയോന്തുകൾ ചോര കുടിക്കുന്നുണ്ട്. അത് പറയാനാണ് ഈ വീഡിയോ. നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ആരെങ്കിലും നമ്മളെ നേരെ വന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ചോദിച്ചാൽ എന്തൊരു ഭീകര അനുഭവമായിരിക്കും അത് നമുക്കുണ്ടാക്കുക അല്ലെ? എന്നിട്ടും ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നും ഒരു മതക്കാരെ മാത്രം മാറ്റി നിർത്തി വെടിവെച്ചു കൊല്ലുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരിടത്തിരുന്ന് നമ്മളിത് കേൾക്കുകയാണ്. കാശ്മീരിലെ പഹൽഗാമിൽ ഒരു കൂട്ടം പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദു ആരാ മുസ്ലിം ആരാ എന്നൊക്കെ ചോദിച്ച് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ചു കൊന്നിരിക്കുന്നു. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭീകരവാദത്തിന് ജാതിയില്ല, മതമില്ല, തീവ്രവാദികൾക്കും ജാതിയും മതവും ഒന്നുമില്ല. ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് മതം തിരിച്ച് ആളെ കൊല്ലണമെന്നല്ല, മതത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഈ നാട്ടിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അതിന്റെ പിന്നിൽ. ഇന്ത്യ ഇത്തവണ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന കർശന നിലപാടുകൾ അഭിനന്ദനാർഹമാണ്. ആത്മാഭിമാനമുള്ള ഒരു ജനതയും രാജ്യവും ഭരണാധികാരികളും മിനിമം ഇത്രയെങ്കിലും പാകിസ്ഥാനോട് തിരിച്ചു ചെയ്യേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി ഇന്ത്യക്കാരായി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. കാരണം എത്ര മരണം എന്നതല്ല ഇതിന്റെ ആത്യന്തികമായ ദുരന്തഫലം, അതിനേക്കാളും ഭീകരമാണ്. ഏതോ ഒരു മരയോന്തിന്റെ പോസ്റ്റ് നോക്കൂ. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പഹൽഗാം തെളിയിച്ചു അത്രേ. ഇത് തന്നെയായിരുന്നു പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് കൊന്നവന്റെ മനസ്സിലെ ഉദ്ദേശം. ആ ഉദ്ദേശം നടപ്പിലാക്കി കൊടുക്കുന്നത് ഇവനെ പോലെയുള്ള മരയോന്തുകളാണ്, ചെന്നായ്ക്കളാണ്. ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭീകരർ നിറയൊഴിച്ചത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. മുസ്ലിം ആയതുകൊണ്ട് അയാളെ ഭീകരവാദികള് വെറുതെ വിട്ടോ? നീ മുസ്ലിം അല്ലേ, വെറുതെ പോയിക്കോന്ന് ആരോടെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. അതിനെ ഇത്തരം മരയോന്തുകൾ, ചെന്നായ്ക്കൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നതെന്നറിയാമോ? ഇസ്ലാമിന്റെ ആദ്യത്തെ ഇര മുസ്ലിം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുക. എന്റെ പൊന്ന മരയോന്തുകളെ, ഇസ്ലാമും മുസ്ലിമും അല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം അല്ലെങ്കിൽ 1-ാം പ്രതി ഭീകരവാദവും തീവ്രവാദവും പാകിസ്ഥാൻ എന്ന രാജ്യവുമാണ്. എന്താ അത് പറയാൻ എന്തിനാ മടിക്കുന്ന? എന്തിനാ? മുസ്ലിം എന്ത് ചെയ്തെന്നാണ് ഇവരെല്ലാം കൂടെ കിടന്ന് മുറവിളി കൂട്ടുന്നത്? 2-ാമത്തെ പ്രതി ആരാണ്? സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സർക്കാരാണ്. അവിടെ പോയ വിനോദസഞ്ചാരികൾ അത് പറയുന്നുണ്ട്. സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെ മതം പറഞ്ഞുകൊണ്ട് നേരിടാനാണ് ചില ദേശദ്രോഹികളുടെ ശ്രമം. തീവ്രവാദത്തിനൊരു മതമുണ്ട്, അത് ഇസ്ലാം ആണെന്ന പ്രചാരണം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ തീവ്രവാദി ആക്രമണം നടന്നാലും കൊച്ചു കേരളത്തിലെ ഒരു ഗ്രാമത്തിലിരിക്കുന്ന മുസ്ലിമിന് പോലും ആശങ്കപ്പെടേണ്ടി വരുന്നത്. എന്ത് കിട്ടിയാലും അത് വർഗീയമാക്കാൻ ചിലർ നോക്കും. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു ക്രിസ്ത്യാനി എന്തെങ്കിലും ചെയ്താൽ എല്ലാ ക്രിസ്ത്യാനികളും പ്രശ്നക്കാരാണ്, തീവ്രവാദികളാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു സംഘി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ ഞാനൊക്കെ പ്രശ്നക്കാരാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ മുസ്ലിം മതത്തിൽപ്പെട്ടവൻ എന്തെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് വിളിച്ചു പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഗുജറാത്ത് കലാപത്തിന്റെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണ് എന്ന് പറയാനാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത് പ്രസക്തമാകുന്നത് ഇത്തരം മരയൊന്തുകളും ചെന്നായ്ക്കളുമുള്ള ഈ സാഹചര്യത്തിലാണ്. അല്ല മരയൊന്തുകളെ,
ഉത്തരം പറ. ഗുജറാത്ത് കലാപത്തിന്റെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണോ? ഗുജറാത്ത് കലാപത്തിന്റെ മൊത്തം ഹിന്ദുക്കൾ അതിൽ പ്രതികളാണോ? അവിടെ മുസ്ലിങ്ങളെ തേടി പിടിച്ചായിരുന്നല്ലോ, മതം നോക്കി തന്നെയല്ലേ ആക്രമണം നടന്നത്. അപ്പോ എങ്ങനെയാണ് ഒരു മതസമൂഹം അതിൽ വരുവോ? ഇനി മതാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആക്രമണങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കാം. ഏറ്റവും അധികം ഇരകൾ മുസ്ലിങ്ങളാണ് കാണുന്നത് കണക്കുകൾ നോക്കിയാൽ. പിന്നെ ക്രിസ്ത്യാനികൾ. 2009 മുതൽ 2018 വരെയുള്ള മതാടിസ്ഥാനത്തിലുള്ള 254 ഹേറ്റ് ക്യാമ്പയിൻ കുറ്റകൃത്യങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടത് 90% സംഭവിച്ചത്, 229 എണ്ണവും സംഭവിച്ചത് 2014 ശേഷമാണെന്നാണ്. അതുകൂടാതെ മുസ്ലിങ്ങൾക്കെതിരെ 62%, 142 സംഭവം, ക്രിസ്ത്യൻസിനെതിരെ 14%, 32 സംഭവം, ഹിന്ദുക്കൾക്കെതിരെ 10%, 23 സംഭവം. ഇതാണ് ഇന്ത്യയിലെ കണക്ക് പോലും. ഹൃദയം നുറുക്കുന്ന പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനായ NS മാധവൻ എക്സിൽ കുറിച്ചത് എന്താണെന്ന് അറിയാമോ? ബാബറി മസ്ജിദ് തകർത്തപ്പോഴും അദ്ദേഹം തലക്കെട്ട് തിരുത്തി എഴുതിയ ആ തിരുത്ത് പ്രസക്തമാകുന്ന പോലെ ഈ ഫേസ്ബുക്ക് എക്സിലെ കുറിപ്പും വളരെ പ്രസക്തമാണ്. ഹിന്ദു ആണെന്ന് ഉറപ്പിച്ച ശേഷമാണ് കർണാടകയിൽ നിന്നുള്ള വ്യവസായി മഞ്ജുനാഥിനെ ഭീകരർ കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ബിസ്മില്ല എന്ന് വിളിച്ചുകൊണ്ട് 3 നാട്ടുകാരാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ വിധവയായ പല്ലവി പറയുന്നു. അവർ എന്റെ സഹോദരങ്ങളായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. തീവ്രവാദത്തിന് മതമില്ല. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഒരിക്കലും തീവ്രവാദികളാകാൻ കഴിയില്ല എന്നതാണ് സത്യം. कि एक बार हम हमारी जान दे देंगे लेकिन आपके जान को कुछ खतरा नहीं होने देंगे। ये भाईचारा, ये इंडिया का, भारत का भाईचारा आबाद रहना चाहिए, भारत अखंड रहना चाहिए, ऐसा हमें लगता है. ഇത് നോക്കൂ, പൂജ ജാദവ് എന്ന വിനോദസഞ്ചാരി മാധ്യമങ്ങളോട് ഇന്നലെ പറയുകയാണ്, കാശ്മീരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വളരെ സ്നേഹമായി പരസ്പരം സഹകരിച്ചു കഴിയുന്നു. ഭീകരവാദികൾ കൊല്ലാൻ നേരത്ത് മതം ചോദിച്ചു എന്ന പേരിൽ, പഹൽഗാമിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഞങ്ങളുടെ ഡ്രൈവർ മുസ്ലിമാണ്. ഞാൻ സംഭവങ്ങൾക്ക് ശേഷം എന്റെ വീട്ടുകാരെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ്. എന്റെ വീട്ടുകാർ സംഭവങ്ങളൊക്കെ കേട്ട് ആകെ ഭയന്നിരിക്കുകയായിരുന്നു. എന്നാൽ എന്റെ മുസ്ലിമായ ഡ്രൈവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ദയവായി ഭയപ്പെടരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, എന്റെ ജീവൻ എടുത്ത ശേഷമേ നിങ്ങളെ ആരെങ്കിലും തൊടൂ എന്നായിരുന്നു. ഇതാണ് കാശ്മീരിലെ ഒരു യഥാർത്ഥ മുസ്ലിം. അല്ലാതെ നിരപരാധിയുടെ പേര് ചോദിച്ചുകൊണ്ട് നെഞ്ചിൽ നിറയൊഴിക്കുന്നവനല്ല ഇന്ത്യൻ മുസ്ലിം. പഹൽഗാമിലെ ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 16 ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ പ്രവാസി സമ്മേളനത്തിനിടെ പാക് സൈനിക മേധാവിയായ ജനറൽ അസിം മുനീർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞു പോകണം. കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാണ്. കാശ്മീർ നമ്മുടെ ജുഗുലാൻ വെയിൻ, കഴുത്തിലെ സിര ആയിരുന്നു, അത് നമ്മുടെ സിരയായി തന്നെ മാറും. നമ്മൾ അത് മറക്കരുത്. കാശ്മീരിൽ പൊരുതുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വീരോചിത പോരാട്ടം മറക്കരുത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആശയത്തെയാണ്. ഞങ്ങളുടെ സംസ്കാരം വളരെ വലുതാണ്. ഞങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാണെന്ന് വിശ്വസിച്ചിരുന്നു. ഞങ്ങളുടെ എല്ലാ വിശ്വാസവും സംസ്കാരവും പ്രതീക്ഷകളും വ്യത്യസ്തമാണ്. ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് കാരണമായത്. ഈ ചരിത്രവും കഥയൊക്കെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന പ്രകോപനപരമായ പ്രസംഗം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കാശ്മീരിൽ പാകിസ്ഥാൻകാർ ഈ ഭീകരാക്രമണം നടത്തിയത്. ഇതാണ് ശരിക്കും പ്രശ്നം. പാകിസ്ഥാൻ, ഇതാണ് ചർച്ചയാകേണ്ടത്. ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന പോലത്തെ ശക്തമായ നയതന്ത്ര നിലപാടുകളാണ് പാകിസ്ഥാനെതിരെ ആവശ്യം. അല്ലാതെ ഈ മരയോന്തുകളെ പോലെ, ചെന്നായ്ക്കളെ പോലെ കിട്ടിയ അവസരത്തിൽ വിഷം ചീറ്റുകയല്ല വേണ്ടത്. വീട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന, ഒരു സമൂഹത്തിനെ കുറ്റവാളിയായി മുദ്രകുത്തുന്ന ചെന്നായ്ക്കളും പഹൽഗാമിൽ ചോര വീഴ്ത്തിയ ഭീകരരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങളാണ് തീവ്രവാദികൾ. ഇത് പറയാൻ കൊക്കിൽ ജീവനുള്ള എല്ലാ ഇന്ത്യക്കാരനും ഒന്നിച്ചു നിൽക്കണം. എല്ലാ ഇന്ത്യക്കാരും ഒന്നിച്ചു നിന്ന് രാജ്യത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ട അതിനിർണായകമായ ഒരു സമയമാണ്. ഈ സമയത്ത് നിശബ്ദയായിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മരിച്ച 26 സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ. ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുക, അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക.